നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. കാർഗോ ആൻഡ് ക്യാൻവാസ്, ഇതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എൻ്റെ ഷോർട്സിൽ കൂടെ പറഞ്ഞതുപോലെ, ഇതിനകത്ത് കൂടി ഞാൻ ഫ്രീ ഓഫ് ചാർജ് നമ്മുടെ യങ്ങർ ജനറേഷന് വേണ്ടിയിട്ട് ഫ്രൈറ്റ് ഫോർവേഡിങ്ങിനെയും ലോജിസ്റ്റിക്സിനെയും പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും ഡീറ്റെയിൽ ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷനാണ്, ഒരു കോച്ചിങ് സെഷനാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ 50 വർഷത്തെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് വളരെ വിശദമായി ഫ്രൈറ്റ് ഫോർവേഡിങ്ങിനെ പറ്റിയും ലോജിസ്റ്റിക്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ലോജിസ്റ്റിക്സ് എക്സ്പെർട്ടായിട്ട് മാറാൻ പറ്റും. ഒരു ബേസിക് ഡിഗ്രിയും കുറച്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഈ ഫീൽഡിൽ നല്ലൊരു ജോലിയോ നല്ലൊരു ബിസിനസ്സോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ തന്നെ ലോജിസ്റ്റിക്സിൽ ഒരു എക്സ്പേർട്ട് ആയിരുന്നില്ല, പക്ഷേ എൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു എക്സ്പേർട്ടായി ഗ്രാജ്വലി മാറുകയായിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് തിയറിറ്റിക്കലായിട്ട് വളരെ അപൂർവമായിട്ട് കിട്ടും ഇൻഫർമേഷൻ. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡിംഗ് ലൈഫിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അതെങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതും വളരെ വിശദമായി ഇത് പ്രതിപാദിക്കുന്നതായിരിക്കും. നമുക്ക് ബുക്കിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെക്കാട്ടിൽ വളരെ വാല്യുബിൾ ആയിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പകർന്നു നൽകുന്ന എക്സ്പീരിയൻസ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു കരിയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ കാണണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ഒന്നുകൂടി പറയാം, കാർഗോ ആൻഡ് ക്യാൻവാസ്. അപ്പം നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പം നമ്മൾ ഇന്ന് തൊട്ട് ഇതിൻ്റെ ട്രെയിനിങ് സെഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഫ്രൈറ്റ് ഫോർവേഡിങ്ങിനെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപരേഖ എൻ്റെ വ്യൂവേഴ്സിന് തരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. എന്താണ് ഫ്രൈറ്റ് ഫോർവേഡിങ്? ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? എന്തിനാണ് നമ്മൾ ഫ്രൈറ്റ് ഫോർവേഡായിട്ട് വർക്ക് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? എന്താണ് അവരുടെ ചുമതലകൾ? ഇതായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഒരു കാർഗോ ബുക്ക് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നവരെയുള്ള പ്രൊസീജിയർ ഒരു ബ്ലൂ പ്രിന്റ് പോലെ, ഒരു ഫ്ലോ ചാർട്ട് പോലെ വളരെ വിശദമായി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വരും എപ്പിസോഡുകളിൽ അതിൽ പ്രതിപാദിക്കുന്ന ഓരോ സബ്ജക്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എപ്പിസോഡുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിശദീകരിക്കുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഫ്രൈറ്റ് ഫോർവേഡിങ് എന്താണ്, അവരുടെ ഉത്തരവാദിത്തം എന്താണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് വിശദ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ഇന്ന് പഠിച്ചെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു ബുക്കോ പെൻസിലോ എടുത്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വീണ്ടും കണ്ടാൽ മതിയാവും. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫ്യൂച്ചർ എപ്പിസോഡിൽ നമുക്ക് ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാം. എന്താണ് ഫ്രൈറ്റ് ഫോർവേഡിങ്? വളരെ ലളിതമായിട്ട് ഇൻ സിമ്പിൾ വേർഡ്സ് പറയുകയാണെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോർട്ടറുടെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ സാധനം അവരുടെ സ്ഥലത്ത് നിന്നും അവരുടെ വെയർ ഹൗസിൽ നിന്നും സുരക്ഷിതമായി സമയബന്ധിതമായി എക്കണോമിക്കലായിട്ട് അവരുടെ കസ്റ്റമേഴ്സിന്, എവിടെയുള്ള കസ്റ്റമേഴ്സാണ് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫ്രൈറ്റ് ഫോർവേഡിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി. മൂവ്മെന്റ് ഓഫ് കാർഗോ ഫ്രം വൺ പ്ലേസ് ടു അനദർ സേഫ്ലി, എക്കണോമിക്കലി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫ്രൈറ്റ് ഫോർവേഡിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി. അപ്പം ഇതിന് പല കടമ്പകളുണ്ട്, പല സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ആയിരിക്കും ഞാനിനി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ഒരു ഫർണിച്ചർ മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടർ, ഫർണിച്ചർ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ലോക്കൽ എക്സ്പോർട്ടർക്ക് ഒരു സാധനം ദുബൈയിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് അയക്കണം, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ദുബൈയിലേക്ക് അയക്കണം. അപ്പോൾ അവരെന്താണ് ആദ്യം ചെയ്യുന്നത്? ഒരു ഫ്രൈറ്റ് ഫോർവേഡിനെ കോൺടാക്ട് ചെയ്യും, ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് ഏജന്റിനെ കോൺടാക്ട് ചെയ്യും. അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയും, എനിക്ക് ഇതുപോലൊരു ഷിപ്മെൻ്റ് ഉണ്ട്, ഒരു സാധനം, ഒരു കാർഗോ ഉണ്ട്, അതെനിക്ക് എൻ്റെ കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കണം ദുബൈയിൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ. നമുക്കിനി ദുബൈയിലൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ദുബൈയിൽ നിന്ന് അത് സിംഗപ്പൂരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പം അതിനെനിക്ക് അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള സർവീസസും എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണമെന്ന് ഒരു ഫ്രൈറ്റ് ഫോർവേഡർ അടുത്ത് പറയും. ഒരു എൻക്വയറി ആയിട്ട് നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ നമ്മൾ കോസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ, നമ്മളെന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ് ഫോർവേഡർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യമേ ഒരു കൊട്ടേഷൻ കൊടുക്കുക. ഇതിൻ്റെ കോസ്റ്റിനെ പറ്റി ഒരു ധാരണ നമ്മുടെ
കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ ഈ എക്സ്പോർട്ടർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ അവരുടെ അടുത്ത് നമ്മൾ പല ഡീറ്റെയിൽസും ചോദിക്കും. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നമുക്ക് മെയിനായിട്ട് ചോദിക്കേണ്ടത്? വാട്ട് ഈസ് ദ കാർഗോ? ഈ കമോഡിറ്റി എന്താണ്? ഈ കാർഗോ, ഈ സാധനം എന്താണ് നിങ്ങൾക്ക് അയക്കേണ്ടത്? അതിൻ്റെ നമ്പർ ഓഫ് പാക്കേജസ്, അതിൻ്റെ വോളിയം, അതിൻ്റെ വ്യാപ്തി എത്ര ഉണ്ട്, എത്ര പാക്കേജസ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്താണ്, അതിൻ്റെ വോളിയം എന്താണ്, എല്ലാം കസ്റ്റമറിന് ചോദിച്ചത്. എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്യേണ്ടത്? ഏത് പോർട്ടിൽ നിന്നാണ് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടത്? എവിടെയാണ് ഇത് എത്തിച്ചേരേണ്ടത്? എത്തിച്ചേരുന്ന പോർട്ടിൽ എന്തൊക്കെ സർവീസാണ് നിങ്ങൾക്ക് ആവശ്യം? കാർഗോയുടെ ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഈ കാർഗോ, തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന്, നമ്മുടെ എക്സ്പോർട്ടറിൽ നിന്ന് ആദ്യമേ വാങ്ങിക്കും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഒരു ഷിപ്പിംഗ് കമ്പനിയെ കോൺടാക്ട് ചെയ്യും. വെസലോണ് ഷിപ്പിംഗ് ലൈൻ ഏജൻസിനെ കോൺടാക്ട് ചെയ്യും. അവരുടെ നിന്ന് ഇവിടുന്ന് ദുബൈയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകാൻ എത്ര ചാർജ് ആവുമെന്ന് നമ്മൾ ഈ വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ ഏത് കണ്ടെയ്നർ ആവശ്യം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. സീ ഫ്രൈറ്റ് ഉണ്ട്, എയർ ഫ്രൈറ്റ് ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സീ ഫ്രൈറ്റിനെ പറ്റി മാത്രമാണ്, സീ ഷിപ്മെന്റ്സിനെ പറ്റി മാത്രമാണ്. അപ്പോൾ കണ്ടെയ്നേഴ്സ് തന്നെ പലതരമുണ്ട്. 20 ഫീറ്റ് ഉണ്ട്, 40 ഫീറ്റ് ഉണ്ട്, ഫ്ലാറ്റ് ട്രാക്ക് ഉണ്ട്, റീഫർ ഉണ്ട്, അങ്ങനെ പല പല കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു നോർമൽ കണ്ടെയ്നറാണ് 20 ഫീറ്റ് കണ്ടെയ്നർ. അപ്പം ഈ കണ്ടെയ്നർ നമുക്ക് സിംഗപ്പൂരിലെത്തണം. അതിനെന്താണ് ഓഷ്യൻ ഫ്രൈറ്റ് എന്താണെന്ന് നമ്മൾ ഷിപ്പിംഗ് ലൈൻ ഏജന്റിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഒരു ഓഷ്യൻ ഫ്രൈറ്റ് തരും. നമ്മളൊരു മാർക്കപ്പ് കൂടെ ആഡ് ചെയ്തിട്ട്, ഫ്രൈറ്റ് ഫോർവേഡ് എന്ന മാർജിനോട് ആഡ് ചെയ്തിട്ട് അത് ആ കൊട്ടേഷൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അതുകൂടാതെ ലോക്കൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, കാർഗോ കളക്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഉണ്ടാവും, ലോക്കൽ ഡോക്യുമെന്റേഷൻ ചാർജസ് ഉണ്ടാവും, എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻ ചാർജസ്, സ്റ്റഫ് നമ്മൾ ചെയ്യണമെങ്കിൽ സ്റ്റഫിംഗ് ചാർജസ് ഉണ്ടാവും, കണ്ടെയ്നർ ലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ലേബർ ചാർജസ് ഉണ്ടാവും. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിശദമായ കൊട്ടേഷൻ നമ്മൾ കസ്റ്റമർക്ക് സബ്മിറ്റ് ചെയ്യും. ഈ കൊട്ടേഷൻ നമ്മുടെ കസ്റ്റമർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ കൊട്ടേഷൻ സ്റ്റഡി ചെയ്തിട്ട് അപ്രൂവ് ചെയ്തിട്ട് ആ ജോബ് നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണ് അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നത്. അവർ ആ ജോബ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷിപ്പിംഗ് കമ്പനിയെ കോൺടാക്ട് ചെയ്യുക. ഷിപ്പിംഗ് കമ്പനിയെ കോൺടാക്ട് ചെയ്തിട്ട് വെസലിൻ്റെ ഷെഡ്യൂൾ എടുക്കുക. സിംഗപ്പൂരിലേക്കുള്ള വെസലിൻ്റെ സെയിലിംഗ് ഡേറ്റ് എടുക്കുക. എന്നാണ് വെസൽ പോകുന്നത്? ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കാണും, ചിലപ്പോൾ ബൈ വീക്കിലി ആയിരിക്കും, ഓൺസിൻ 2 വീക്സ് ആയിരിക്കും, ചിലപ്പോൾ ചില ഡെസ്റ്റിനേഷൻസിലേക്ക് ഓൺസിൻ്റെ മന്ത് ആയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ സെയിലിംഗ് ഡേറ്റ് എടുക്കുക. ആ ഡേറ്റ് എടുത്തിട്ട് അവരുടെ അടുത്ത് അതിൻ്റെ ETD എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഇതെടുക്കുക. ETA എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ എന്ന് ആ ഡെസ്റ്റിനേഷനിൽ എത്തും എന്നുള്ള ഡേറ്റും. ഇത് രണ്ടും നമ്മൾ കസ്റ്റമറിനെ അറിയിച്ചു കഴിഞ്ഞ് അവരുടെ കാർഗോ റെഡി ആണെങ്കിൽ ആ വെസലിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ കാർഗോ കളക്ട് ചെയ്യണം. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിംഗ് കമ്പനിയിൽ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് അതിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെയ്നർ ഈ കസ്റ്റമറുടെ വെയർഹൗസിൽ എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. കസ്റ്റമർ പറയാൻ എൻ്റെ കാർഗോ ഇത്രാം തീയതി റെഡിയാവും. അപ്പോൾ അതിനോട് അടുപ്പിച്ച് സെയിലിംഗ് ഡേറ്റ് ഉള്ള ഒരു വെസൽ അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടെയ്നർ ആ വെസൽ ലോഡ് ചെയ്യത്തക്ക വിധത്തിൽ അവരുടെ വെയർഹൗസിൽ എത്തിച്ച് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനിയുടെ ഇന്നൊരു കണ്ടെയ്നർ റിലീസ് ഓർഡർ വാങ്ങിക്കുക. കണ്ടെയ്നർ റിലീസ് ഓർഡർ എന്ന് പറഞ്ഞാൽ പോർട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഈ ഷിപ്പിംഗ് കമ്പനിയുടെ സ്റ്റാക്കിൽ ചെന്ന് നമുക്ക് കണ്ടെയ്നർ എടുക്കാനുള്ള ഒരു ലെറ്ററാണ്, റിലീസ് ഓർഡർ. ഈ നമ്മൾ ട്രാൻസ്പോർട്ടറിനെ അറേഞ്ച് ചെയ്യും. അദ്ദേഹം ആ ട്രാൻസ്പോർട്ട് കമ്പനി അവിടെ ചെന്നിട്ട് പോർട്ടിൽ ചെന്നിട്ട് ഈ കണ്ടെയ്നർ കണ്ടീഷനൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കണ്ടെയ്നർ ഡെലിവറി എടുക്കും. ഡെലിവറി എടുത്തു കഴിഞ്ഞിട്ട് കണ്ടെയ്നർ നേരെ ഈ എക്സ്പോർട്ടറുടെ വെയർഹൗസിൽ എത്തിക്കും. വെയർഹൗസിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ, ആ എക്സ്പോർട്ടർ അവിടെ നിന്ന് സ്റ്റാഫ് ചെയ്യും, ലോഡ് ചെയ്യും. അവരുടെ കാർഗോ അതിനകത്ത് ലോഡ് ചെയ്ത് അവർ സീൽ ചെയ്ത് കണ്ടെയ്നർ നേരെ പോർട്ടിലെത്തും. അതിനിടയ്ക്ക് നമ്മൾ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു എക്സ്പോർട്ട് ഫോർമാലിറ്റീസ് കുറേയുണ്ട്. എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻ നമ്മൾ പാസ് ചെയ്യണം. എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻ പാസ് ചെയ്യാതെ നമുക്ക് കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കുറേ ഡോക്യുമെന്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ എക്സ്പോർട്ടർ അടുത്ത് പറയും നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ്സിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കും. നമുക്ക് വേണ്ടുന്നത് എക്സ്പോർട്ട് ഇൻവോയ്സ്, എക്സ്പോർട്ട് പാക്കിംഗ് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, പിന്നെ MSDS ഡേഞ്ചറസ് കാർഗോ, ഫർണിച്ചർ ഡേഞ്ചറസ് അല്ല, ഡേഞ്ചറസ് കാർഗോ ആണ് അതിൻ്റെ ഒരു ഡേറ്റ ഷീറ്റ് ഉണ്ട്, അത് കൊടുക്കണം. പിന്നെ ഷിപ്പിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, കൺസൈനയുടെ പേര്, ഷിപ്പറുടെ പേര്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരിൽ നിന്ന് വാങ്ങിക്കും.
അപ്പോൾ കണ്ടെയ്നർ അവിടെ നിന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ പോർട്ടിൽ കൊടുക്കും. അതിന് പോർട്ടിൽ കൊടുക്കുന്നതിന് മുമ്പ് ഈ എക്സ്പോർട്ട് ഡിക്ലറേഷൻ നമ്മൾ പാസ് ചെയ്തിരിക്കണം. എക്സ്പോർട്ട് ഡിക്ലറേഷൻ എക്സ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ് എന്ന് പറയും. അപ്പോൾ കസ്റ്റംസിലൊരു ബില്ല് പാസ് ചെയ്യണം. അതിന് ചെറിയ പേയ്മെന്റ് നടത്തണം. എന്നിട്ട് കസ്റ്റംസ് ബില്ല് പാസ് ചെയ്യണം. അതിന് ആ കസ്റ്റംസ് ബില്ലിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. എക്സ്പോർട്ടറുടെ പേര്, ഏതാണ് കാർഗോ, എന്താണ്, എത്ര പാക്കേജസ് ആണ്, അതിൻ്റെ വെയിറ്റ് എത്താണ്, എവിടെ നിന്നാണ് ഇത് പോകുന്നത്, എവിടെയാണ് എത്തിച്ചേരുന്നത്, ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് കസ്റ്റംസിൻ്റെ ഒരു ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പേയ്മെന്റ് എല്ലാം അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരിത് ലോഡ് ചെയ്യൂ. ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെയ്നർ പോർട്ടിൽ അവരുടെ പോർട്ടിൻ്റെ എക്സ്പോർട്ട് സ്റ്റാക്കിൽ എക്സ്പോർട്ട് യാർഡിൽ കണ്ടെയ്നർ കൊണ്ടുവയ്ക്കും. വെച്ച് കഴിഞ്ഞിട്ട് വെസലിൻ്റെ സമയമാകുമ്പം ഷിപ്പിംഗ് കമ്പനി നമ്മളെ അറിയിക്കും. അപ്പോൾ ഈ എന്നാ വെസൽ പോകുന്നതെന്നറിയും. അതനുസരിച്ച് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യും. ഇത്രാം തീയതി വെസൽ പോകും, ഇത്രാം തീയതി അവിടെ എത്തിച്ചേരും എന്ന് നമ്മൾ അവരെ അറിയിക്കും. അങ്ങനെ സമയമാകുമ്പോൾ ഇത് ഷിപ്പിൽ ലോഡ് ചെയ്യും. അതുവരെയുള്ള എല്ലാ കോർഡിനേഷനും ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റ് ഫോർവേഡറാണ് എന്ന് പറഞ്ഞാൽ A to Z. അങ്ങനെ ഷിപ്പിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് കമ്പനി നമുക്കൊരു ഡോക്യുമെന്റ് തരും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. ദിസ് ഡോക്യുമെന്റ് ഈസ് ആസ് ഗുഡ് ആസ് എ ചെക്ക്. ഒരു പേയ്മെന്റ് ചെക്കിന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡോക്യുമെന്റ്. അതിന്റെ പേരാണ് ബിൽ ഓഫ് ലേഡിംഗ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽ ഓഫ് ലേഡിംഗ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പിന്നെ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ടാവും. എക്സ്പ്രസ് BL ഉണ്ടാവും, ഒറിജിനൽ BL ഉണ്ടാവും, CY ബിൽ ഉണ്ടാവും, പല BLs ഉണ്ടാവും. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഈ BL ഇല്ലാതെ ആ ഡെസ്റ്റിനേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഈ കാർഗോ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ഡോക്യുമെന്റ് ആണ് BL. അപ്പോൾ ഇത് സെയിലായി കഴിഞ്ഞാൽ അവർ നമുക്ക് BL തരും, സെയിലിംഗ് ഡേറ്റ് തരും. BLനകത്ത് എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിരിക്കും. BLനകത്ത് എക്സ്പോർട്ടറുടെ പേര്, എക്സ്പോർട്ടർക്ക് 2-3 പേരുണ്ട് നമുക്ക് പറയാം. എക്സ്പോർട്ടർ, കൺസൈനർ, സെല്ലർ. ഇത് മൂന്നും ഇവിടുന്ന് സാധനം അയക്കുന്ന പാർട്ടിയാണ്. റിസീവർ എന്ന് പറഞ്ഞാൽ കൺസൈനി, ഇമ്പോർട്ടർ അല്ലെങ്കിൽ ബയർ. ഇതാണ് സാധനം വാങ്ങിക്കുന്നവരുടെ ടൈം. അതുപോലെ തന്നെ പല ഇൻകോ ടൈംസ് ഉണ്ടാവും. FOB, C&F, CFR, ഇങ്ങനെ പല ഇൻകോ ടൈംസ് ഉണ്ടാവും. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, വിശദമായിട്ട് പിന്നെ ഓരോരോ എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാധനം അവിടെ ലോഡ് ചെയ്തു, ഷിപ്പ് സെയിലായി കഴിഞ്ഞാൽ ഇത് എത്ര ദിവസത്തിന് അവിടെ എത്തുമെന്നുള്ള വിവരം നമ്മൾ ഈ എക്സ്പോർട്ടറെ അറിയിക്കും. എക്സ്പോർട്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയും, നമ്മുടെ സർവീസ് നമ്മൾ ആദ്യമേ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ക്ലിയർ ചെയ്ത് അവരുടെ കസ്റ്റമറുടെ വേറെ എത്തിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ ഏജൻസിനെ അവിടെ അയച്ചു കൊടുക്കും. നമ്മുടെ ഒരു കൗണ്ടർ പാർട്ട് അവിടെ ഉണ്ടാവും. അവർക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു. എന്തൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത്? ബിൽ ഓഫ് ലേഡിംഗ്, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. ചില രാജ്യത്തേക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം അവിടെ അയച്ചു കൊടുക്കും. അവിടെ അയച്ചു കൊടുത്തിട്ട് അവിടെ നമ്മുടെ ഏജന്റ് ഇമ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ് പ്രൊസീജിയേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ് നടത്തിയിട്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇമ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ് അവിടാണ് ചെയ്യുന്നത്, സിംഗപ്പൂരിൽ. അപ്പോൾ ആ ഏജന്റ് ഈ ഡോക്യുമെന്റ്സ് ബിൽ ഓഫ് ലേഡിംഗ് കൊണ്ട് ഷിപ്പിംഗ് കമ്പനിയിൽ എത്തും. ഷിപ്പിംഗ് കമ്പനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ BL എൻഡോഴ്സ് ചെയ്യും. ആ ഇമ്പോർട്ടറുടെ എൻഡോഴ്സ്മെന്റ് അതോറിറ്റി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെ സബ്മിറ്റ് ചെയ്താൽ അവിടെ ഒരു ഡെലിവറി ഓർഡർ ഇഷ്യൂ ചെയ്യും. ഡെലിവറി ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷനാണ്, ഒരു ഡോക്യുമെന്റ് ആണ്. പ്ലീസ് ഡെലിവർ ദിസ് കാർഗോ ടു സോ ആൻഡ് സോ. അവിടുത്തെ ഇമ്പോർട്ടർക്ക് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. വെസലിന്റെ പേരുണ്ടാവും, നമ്പർ ഓഫ് പാക്കേജസ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും, ഇമ്പോർട്ടറുടെ പേരുണ്ടാവും, ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ ഡോക്യുമെന്റ്സും ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ബിൽ ഓഫ് ലേഡിംഗ്, ഡെലിവറി, ഇതെല്ലാമായിട്ട് ക്ലിയറിംഗ് ഏജന്റ് കസ്റ്റംസിൽ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യും. കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കും, പോർട്ട് ചാർജസ് അടയ്ക്കും. ഈ പേയ്മെന്റ്സ് എല്ലാം നടത്തി കഴിഞ്ഞിട്ട് കസ്റ്റം ക്ലിയറൻസ് കഴിഞ്ഞ് ഈ ഡോക്യുമെന്റ്സ് ഒരു ഡ്രൈവറെ ഏൽപ്പിക്കും, ഒരു ട്രാൻസ്പോർട്ടറെ ഏൽപ്പിക്കും. അദ്ദേഹം ഈ പോർട്ടിൽ ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയിട്ട്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, എല്ലാം ഇലക്ട്രോണിക്കലി ഡൺ ആണ്, ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടുകാർ ആ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടർ കൊടുക്കും. കണ്ടെയ്നർ ട്രെയിലറിന്റെ മേളിൽ ലോഡ് ചെയ്യും. ഇതിനെല്ലാം ഉള്ള ചാർജസ് നേരത്തെ നമ്മൾ അടയ്ക്കുന്നുണ്ടാവും. ലോഡ് ചെയ്ത് നേരെ ആ ഇമ്പോർട്ടറുടെ, ആ ബയറുടെ, ആ കൺസൈനയുടെ വെയർഹൗസിൽ അത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഡീസ്റ്റഫ് ചെയ്യും. സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യുക, ഡീസ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ അൺലോഡ് ചെയ്യുക. അവർ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നറാണ്, ദേ ഓൺ ദ കണ്ടെയ്നേഴ്സ്. അപ്പം ആ കണ്ടെയ്നർ തിരിച്ച് എംറ്റി ആക്കി, ക്ലീൻ ആക്കി, നീറ്റാക്കി നമുക്ക് കിട്ടിയ കണ്ടീഷനിൽ തിരിച്ച് പോർട്ടിൽ എത്തിച്ചു കൊടുത്താൽ ഫ്രൈറ്റ് ഫോർവേഡറുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഏകദേശം വിവരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം, തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും.
ആദ്യത്തെ വീഡിയോ ആണ്. പല പോയിന്റ്സും ഞാനൊരു പക്ഷേ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതെല്ലാം വളരെ വിശദമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടെ പറയുന്നതായിരിക്കും. എല്ലാത്തിനും ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയറും ബിൽ ഓഫ് ലേഡിങ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനൽ, ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, ഇതിനെപ്പറ്റി എല്ലാം വളരെ വിശദമായിട്ട് ഓരോരോ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ഏകദേശം തന്നു. ആദ്യം കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്യും, അവർക്ക് കൊട്ടേഷൻ കൊടുക്കും, നമ്മൾ ഷിപ്പിംഗ് കമ്പനി കോൺടാക്ട് ചെയ്യും, അവിടുന്ന് റേറ്റ് എടുക്കും, റേറ്റ് എടുത്തിട്ട് കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യും, സബ്മിറ്റ് ചെയ്ത് കണ്ടെയ്നർ അയക്കും, കണ്ടെയ്നർ ലോഡ് ചെയ്ത് പോർട്ടിലെത്തിക്കും, പോർട്ടിലെത്തി കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻ പാസ് ചെയ്യും, അത് ഷിപ്പിൽ കയറ്റും, ഷിപ്പിൽ കയറ്റി അത് സെയിലാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ അയച്ചു കൊടുക്കും, അവിടെ ഡെലിവറി ഓർഡർ വാങ്ങിക്കും, കസ്റ്റം ക്ലിയറൻസ് പ്രൊസീജിയേഴ്സ് നടത്തും, കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കും, സാധനം അവിടെ ഡെലിവറി ചെയ്യും, തിരിച്ച് എംറ്റി കണ്ടെയ്നർ നമ്മൾ പോർട്ടിലെത്തിക്കും. ദിസ് ഈസ് ദ പ്രോസസ്. ഇതെല്ലാം ഏകദേശം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ചോദിക്കുക. നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എഴുതണം, ദിസ് ഈസ് വെരി ഇൻഫോർമേറ്റീവ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ദിസ് ഈസ് വെരി ഇൻഫോർമേറ്റീവ്. അത് ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഈ സർവീസ് ഞാൻ തരുന്നത് വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കൊരു ജോലി നേടാനോ ഒരു ബിസിനസ് നേടാനോ ഇത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ലോകം ഉള്ളിടത്തോളം കാലം ഈ ഫീൽഡിൽ സ്കോപ്പുണ്ട് ബിസിനസ്സിനും ജോലിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ താല്പര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ഉയരത്തിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് നമുക്ക് കാണാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ബൈ ബൈ, സി യു, താങ്ക് യു വെരി മച്ച്.